ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം കെയറിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് റിക്വസ്റ്റഡ് ആയിട്ട് ചോദിച്ചു സെപ്പറേറ്റ് ആയിട്ട് എന്താണ് ഹോം കെയറിൽ നടക്കുന്നത്, എസ്പെഷ്യലി IV ബ്ലഡ് കളക്ഷൻസ് അങ്ങനത്തെയൊക്കെ ഞാൻ ഇട്ടപ്പോ പറഞ്ഞു അതെന്ത് ജോബാണ്, അത് നേഴ്സിംഗ് ജോബാണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്, അതായത് അങ്ങനെ ചെയ്യുന്ന ഹോം കെയറിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. അഡൾട്ട് പീഡിയാട്രിക് അല്ല, നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് വേണമെങ്കിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്താണ് അഡൾട്ട് പീഡിയാട്രിക്. അതിന്റെ അടിയിൽ കുറെ പേര് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നുള്ളത്. ആവുന്നുണ്ട്. ഹോം കെയറിൽ ചില എന്താണ് ലൈസൻസ്ഡ് ആയിട്ടുള്ളതും അല്ലാണ്ട് ലോ അനുസരിച്ച് ഒന്നും ഇതാക്കാണ്ടും സ്റ്റാഫിനെ ഇട്ട് പട്ടിപ്പണി എടുപ്പിക്കുന്ന ഹോം കെയറുകളും ഉണ്ട്. അതിപ്പോ എവിടെ പോയാലും നമ്മളെ ഇട്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന പല സ്ഥലങ്ങളും ഉണ്ട്, ഇൻക്ലൂഡിങ് ഗവൺമെന്റ് ആണെങ്കിൽ പോലും. നേഴ്സസിന് നല്ല ജോലിഭാരവും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ നല്ല പണിയെടുത്താലും നമുക്ക് 2 പൈസ നമ്മളെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ചിലത് കുറച്ചും കൂടി വൾഗറായി പോകാറുണ്ട്, അത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഹോം കെയറുകൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഡിയോ ലൈഫ് ഹോം ഹെൽത്ത് കെയർ, പിന്നെ അതുപോലെ തന്നെ പിന്നെ പ്രൈമിന്റെ അണ്ടറിലുള്ള ഹോം കെയർ, അങ്ങനെ കുറച്ച് ഹോം കെയറുകൾ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൾട്ടും പീഡിയാട്രിക് അങ്ങനത്തെ ഒന്നും അല്ല അവർ ചെയ്യുന്നത്. അവർ ഓൺലി ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IV തെറാപ്പി, ഇഞ്ചക്ഷൻസുകൾ, അതുപോലെ തന്നെ വൂണ്ട് ഡ്രസ്സിങ് കാര്യങ്ങൾ, അങ്ങനത്തെ സ്റ്റിച്ച് റിമൂവല് അങ്ങനെ വരുന്നത്. പക്ഷെ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി ഫോർ IVs ആൻഡ് ബ്ലഡ് കളക്ഷൻസ്. അതായത് അതെന്ത് ജോബാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സായ നമ്മൾ എന്താക്കുന്നു, രജിസ്റ്റേർഡ് നേഴ്സിനെ അവർ എടുക്കത്തുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് നേഴ്സിന് GNMകാർക്ക് ബ്ലഡോ കാര്യങ്ങളോ എടുക്കാൻ പെർമിഷൻ ഇല്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ GNMസിന് എടുക്കുന്നുണ്ട്. പക്ഷെ ആസ് പെർ ദ ലേബർ ലോ അനുസരിച്ച് നമുക്ക് അങ്ങനെ പോയിട്ട് GNMസിന് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷെ ഹോം കെയറിൽ ചെയ്യാനും അഡൾട്ട് അതൊക്കെ ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടുള്ളവരെ എടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു ഡ്രൈവറെ തരുന്നു. ആ ഡ്രൈവറുടെ കയ്യിൽ നമുക്ക് വേണ്ട സാധനം, അതായത് ഇവർക്ക് ഒരു സ്ഥാപനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ ലൈസൻസ്ഡ് ആയിരിക്കുള്ള ഒരു ഹോം കെയർ ആയിരിക്കും. അവരുടെ അണ്ടറിൽ ഒരു ഡോക്ടർ ഉണ്ടാവും, 1-2 ഡോക്ടർ ഉണ്ടാവും, ഫിസിയോതെറാപ്പി ഉണ്ടാവും ചിലവർക്കൊക്കെ, അതുപോലെ സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവും ഇവരുടെ കൂടെ. എന്നിട്ട് ഇവരെന്താക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇവർക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ക്ലയൻസിനെ കിട്ടും. എങ്ങനെ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ കോസ്മെറ്റിക് ഡ്രഗ്സ്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഗ്ലൂട്ടാതയോൺ, സ്കിൻ വൈറ്റനിങ്, പിന്നെ അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത്, ലിവർ ഡിറ്റോക്സ്, NAD അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇതുണ്ട്. അതുപോലെ വൈറ്റമിൻ D, വൈറ്റമിൻ B12, വൈറ്റമിൻ A, റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഞ്ചക്ഷൻസുകളും ആസ് പെർ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് നമുക്ക് ഹോമിൽ ചെന്ന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഡ്രഗ്സും നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ വീട്ടിൽ പോയി കൊടുക്കുന്നു. അത് കൂടാണ്ട് ചില പ്രഗ്നന്റ് ആയവർക്കൊക്കെ ഇപ്പൊ ഡെയിലി ഇഞ്ചക്ഷൻസ് കാര്യങ്ങൾ എടുക്കാനുണ്ടാവും. അങ്ങനത്തെ ക്ലയന്റ് കിട്ടുന്നു, IM കൊടുക്കാൻ മാത്രമായിട്ട്. അപ്പൊ അങ്ങനത്തെ ക്ലയൻസ് അല്ലാണ്ട് ഇങ്ങനെ വരുന്ന ക്ലയൻസ്, ഇതാണ് IV ആൻഡ് ഇഞ്ചക്ഷൻസിൽ ഇൻഫ്യൂഷനിൽ വരുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് കളക്ഷൻ വരുന്നു. അതായത് ഇപ്പൊ പേഷ്യന്റ് ഇപ്പൊ അധികവും അതിപ്പോ എന്നെ പോലുള്ളവരൊന്നും വീട്ടിൽ വന്നിട്ട് ഇപ്പൊ നമ്മൾ ബ്ലഡ് ചിലപ്പോൾ ബുക്ക് ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ അധികം ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ കാണിക്കുന്നു, അവിടെ ബ്ലഡ് ചെയ്യുന്നു, അങ്ങനെയാണ് യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ UAE ഓൾമോസ്റ്റ് എല്ലാ ഒരു അത്യാവശ്യം VIP മൊത്തം അവർ അങ്ങനെ പോയി നിൽക്കാനോ ക്യൂ നിൽക്കാനോ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യാനോ ഒന്നും അവർക്ക് സമയമില്ല, സാഹചര്യമില്ല. അവരുടെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫാണ് ഇവിടുത്തെ VIP. അതായത് അവർക്ക് VIP ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിൽക്കാനോ കാര്യങ്ങൾക്കോ സമയമില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ഇപ്പൊ ഡോക്ടർ അവരോട് ഇപ്പൊ അവരുടെ ഫാമിലി മെഡിസിൻ ആയിട്ടുള്ള ഡോക്ടർ കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏത് ടെസ്റ്റുകൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി യൂഷ്വലി അവർ ചെയ്യുന്ന ടെസ്റ്റുകൾ, ചിലപ്പോൾ ഓരോരുത്തർ ഓൾറെഡി ഡയഗ്നോസ്ഡ് ആയിരിക്കും ഓരോ അസുഖങ്ങളായാലും. അപ്പൊ അവർക്ക് ചിലപ്പോൾ മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി 2 വീക്സ് കൂടുമ്പോൾ ഒക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവരെയും കൊണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുന്നത് അവർക്ക്
ഒരു ദിവസത്തെ ഒരു ചടങ്ങാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അവിടെ ചെന്ന് ചെയ്യുന്നതും. അവർക്കും ആണെങ്കിലും ട്രാവൽ ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനത്തെയൊക്കെ പേഷ്യൻസുകൾ, അപ്പൊ റെഗുലർ ആയിട്ട് ചെക്കപ്പ് ചെയ്യുന്ന പേഷ്യൻസ്, അല്ലാണ്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അവർക്കൊന്ന് അവരുടെ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കുറെ ഇൻക്ലൂഡിങ് പീഡിയാട്രിക് ആൾസോ, അവരുടെയും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അവർക്കിപ്പോ ഫോളോ അപ്പും ഇത് ചിലപ്പോൾ ഡോക്ടർക്ക് ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കാനൊക്കെ പറയുവാണെങ്കിൽ അങ്ങനത്തെ കേസുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുന്നു. അത് നമുക്ക് തലേദിവസം തന്നെ ബുക്കിങ്ങും കാര്യങ്ങളും ചിലപ്പോൾ അതായത് നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് പെർ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചില സമയങ്ങളിൽ ബുക്കിംഗ് എന്ത് ചെയ്യും, അത് കിട്ടും. അപ്പൊ അതിനായിട്ടുള്ള അതിനായിട്ടുള്ള ആൾക്കാരെല്ലാം ഓൾറെഡി ഹോം കെയറിൽ ഉണ്ടാവും. അവരാണ് ഈ ബുക്കിംഗ് എടുക്കുന്നതും ക്ലയന്റിനെ വിളിക്കുന്നതും കൺഫേം ചെയ്യുന്നതും പേയ്മെന്റ് കൺഫേം ചെയ്യുന്നതും ഒക്കെ അവരായിരിക്കും. നമുക്ക് അതിൽ റോളോ കാര്യങ്ങളോ ഒന്നുമില്ല. വൺസ് നമുക്ക് ഒരു ബുക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു മൊബൈൽ അവർ തന്നിട്ടുണ്ടാവും. എല്ലാ ഹോം കെയറുകളും മൊബൈൽ കൊടുക്കില്ല, പക്ഷെ ഓൾമോസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത 2-3 സ്ഥലങ്ങളിലും എനിക്ക് മൊബൈൽ തന്നിട്ടുണ്ടായിരുന്നു. അവരത് റീചാർജ് ചെയ്ത് തരും, നെറ്റും കോളും റീചാർജ് ചെയ്യും. എന്താ വെച്ചാൽ നമുക്ക് ക്ലയന്റിനെ വിളിക്കേണ്ട ഒരു ആവശ്യം വരും. എന്താ വെച്ചാൽ റോഡാണ്, എപ്പോഴും നമുക്ക് എന്താക്കാൻ പറ്റില്ല, കറക്റ്റ് പറഞ്ഞ ബുക്ക് ചെയ്ത ടൈമിൽ പോകാൻ പറ്റില്ല. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ പോയി ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ക്ലയന്റുമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും, അതുപോലെ തന്നെ അവർക്ക് ഡിലേ ആകുമ്പോൾ അവരെല്ലാം ബിസിനസ് അങ്ങനെ അത്യാവശ്യം VIP ആയതുകൊണ്ട് തന്നെ അവർക്ക് ടൈമിനൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു മിനിറ്റിനടക്കം ഞാൻ കുറെ വഴക്ക് കേട്ടിട്ടുണ്ടാവും ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് കേട്ടോ. ഒരു മിനിറ്റ് ചിലവർ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉള്ളു. അപ്പൊ നമുക്ക് ക്ലയന്റിനെ വിളിച്ച് വീണ്ടും പോവാൻ നേരത്തെ, ഇപ്പൊ തലേദിവസം നമുക്ക് ബുക്കിംഗ് കിട്ടിയതാണെങ്കിലും പോണ സമയത്ത് നമ്മൾ വീണ്ടും കൺഫേം ചെയ്യുന്നു. അവരോട് നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്വൈസ് ചെയ്യുന്നു. ഇപ്പൊ ഫാസ്റ്റിംഗ് വേണ്ടതൊക്കെ, ചിലപ്പോൾ ബ്ലഡ് ഷുഗർ ഒക്കെ ഉണ്ടാവും, FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന് ഫാസ്റ്റിംഗ് കാര്യങ്ങൾ വേണം. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും മോർണിംഗിലായിരിക്കും ബുക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡ്യൂട്ടി, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിടത്തൊക്കെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏർലി മോർണിംഗ് ആണ്. എനിക്ക് ഫസ്റ്റ് ബുക്കിംഗ് 5:30 വരുന്നത്. 10 hours ഡ്യൂട്ടിയാണ് ഉണ്ടാവാറുള്ളത്. വീക്കിലി വൺസ് ഓഫ്, അങ്ങനെ ഒരു ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ എനിക്ക് 5:30 ബുക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് സാമ്പിൾസ് ആണ് എല്ലാവർക്കും അവര് ചെയ്യാനായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഒരു ലൊക്കേഷൻ തരുന്നു. ആ ലൊക്കേഷന്റെ ഓൾറെഡി അവർ ആ ലൊക്കേഷൻ നമുക്ക് അയച്ചു തരുന്നു. നമ്മൾ ആ ലൊക്കേഷൻ പെർ ഡ്രൈവർക്ക് അയച്ചു കൊടുക്കുന്നു. ഡ്രൈവർ ആ ലൊക്കേഷനിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പോണ വഴിയിലേക്ക് വിളിച്ച് അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നു. അധികം കൺഫേം ചെയ്യണം, നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ചില റെയർ കേസിൽ നമ്മൾ അവിടെ പോകുമ്പോൾ അവര് ക്യാൻസൽ ആക്കുള്ളൂ, അല്ലാത്ത കേസിലൊക്കെ അത് കൺഫേംഡ് ആയിരിക്കും. ചിലവർ ഓൾറെഡി പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കളക്ട് ചെയ്യുക. ഓൾമോസ്റ്റ് ആൾക്കാരും ഓൺലൈനിലാണ് പേയ്മെന്റ് ചെയ്യുന്നത്. അത് ഹോം കെയറിൽ ഓൾറെഡി പേയ്മെന്റ് ലിങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കാർഡ് മിഷൻ കാര്യങ്ങളൊക്കെ ആ ഒരു ഹോം കെയറിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് വിത്ത് കാർഡ് മിഷനിലായിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം, എല്ലാ സാധനങ്ങളും നമ്മൾ ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ടുള്ളത്, IVക്ക് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ IV സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബിഫോർ എല്ലാം എങ്ങനെയാണോ ആസ് പെർ ദ പ്രൊസീജിയർ അതുപോലെ നമ്മൾ വൈറ്റൽസ് എടുക്കുന്നു, കാര്യങ്ങൾ ഹിസ്റ്ററി കൺസൾട്ട് ചെയ്യുന്നു, കൺസെന്റ് എടുക്കുന്നു, അതുപോലെ തന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പോയിട്ട് അവരുടെ അടുത്ത് വീണ്ടും ഇതാക്കുന്നു, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നും അതിന്റെ ബിറ്റ്വീനും കഴിയുമ്പോഴൊക്കെ നമ്മൾ ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കുന്നു. എന്നിട്ട് വിത്തിൻ ചില ഇഞ്ചക്ഷൻസുകളൊക്കെ 2 hours കൊണ്ട് ഫിനിഷ് ആക്കാവുന്നത്, ചിലത് എല്ലാം മാക്സിമം 1 hour കൊണ്ട് ഫിനിഷ് ആവുന്നുള്ളൂ. അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾറെഡി വണ്ടിയിൽ പോകുമ്പോൾ തന്നെ, ലൊക്കേഷനിൽ പോകുമ്പോൾ തന്നെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പോയി സ്റ്റാർട്ട് ചെയ്യുന്നു. ഡോക്ടർ ഓൾറെഡി കൺസൾട്ടേഷൻ ബിഫോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടർ പേഷ്യൻസിനെ വിളിച്ച് കൺസൾട്ട് ചെയ്തിട്ട് അവരെല്ലാം കൺഫേം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, അപ്രൂവൽ തരുന്നു. നമ്മൾ എന്നിട്ട് വീണ്ടും കൺസൾട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവരെന്ത് IV ആണ് പോലും. അധികം കോസ്മെറ്റിക് ഡ്രഗ്സുകളാണ് വരാറുള്ളത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂട്ട അങ്ങനത്തെ കേട്ടോ. അത് ആസ് പെർ ദ ക്ലയന്റിന്റെ നീഡിനനുസരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ. അങ്ങനെ ബ്ലഡ് നമ്മളിങ്ങനെ പോകുന്നു. അപ്പൊ സ്റ്റാർട്ടിങ് എനിക്ക് 5:30 തുടങ്ങും, 5:30 വരണം. ചിലപ്പോൾ എനിക്ക് അടുത്തത് 6 മണിക്കായിരിക്കും. അപ്പൊ ആ നിയർ ബൈ ലൊക്കേഷൻ, അപ്പൊ മറീന ആണെങ്കിൽ മറീനയുടെ അടുത്ത് തന്നെ ജുമേറ ആയിരിക്കും അടുത്ത ലൊക്കേഷൻ വരുന്നത്. അത് വെച്ചാൽ അവിടുന്ന് ഒരു 50 minute ഗ്യാപ്പേ ഉള്ളൂ അടുത്ത ലൊക്കേഷൻ. അങ്ങനെ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അൺടിൽ ഒരു 12 o'clock, മേ ബി എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 o'clock വരെയായിരുന്നു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് 6 മണിക്ക് തൊട്ടിട്ട് അങ്ങനെയാണ് എന്റെ ഡ്യൂട്ടി ഷെഡ്യൂൾ വരുന്നുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പേര് ഉച്ചയ്ക്ക് ഒരു 10 മണി തൊട്ടിട്ട് അങ്ങനെ എടുക്കും. കുറച്ച് പേര് ഉച്ചയ്ക്ക്, അതായത് 2 o'clock തൊട്ട് അണ്ടിൽ 12
o'clock വരെ അങ്ങനെയൊക്കെ ഷിഫ്റ്റ് ഒക്കെ ആയിട്ടായിരുന്നു. എനിവേ 10 hours ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ വീക്ക്ലി വൺസ് ഓഫ് അങ്ങനെയാണ്. എന്താ വെച്ചാൽ അപ്പൊ ആ 48 hours കാൽക്കുലേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ നമ്മൾ പോകുന്നു, നമുക്ക് ഓൾറെഡി നമുക്ക് കയ്യിൽ തന്ന ഫോണിൽ ഇന്ന പേഷ്യന്റ് ഇന്ന ടെസ്റ്റുകളാണ് ഉള്ളത് എന്നുള്ളതിൽ ഓൾറെഡി നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ട്യൂബും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാം. പിന്നെ ഈ ഒരു ഹോം കെയറുകാർക്ക് കുറെ ലാബുകളായിട്ട് ടൈഅപ്പുകൾ ഉണ്ടാവും. ഒരു ലാബ് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ലാബുമായിട്ട് അവർക്ക് ടൈഅപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മള് എന്താ ചിലപ്പോ സെയിം ലാബിലേക്ക് തന്നെ വിടുക. അപ്പൊ ചില ടെസ്റ്റുകൾ ചില ലാബ് ചെയ്യാത്തതുകൊണ്ട് വേറെ ലാബിലേക്കായിരിക്കും വിടുക. അല്ലാത്തത് നമുക്ക് ഓൾറെഡി റിക്വസ്റ്റ്, അതായത് ലാബിന്റെ ഫോം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ അതിൽ ഓൾറെഡി റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും ഇന്ന ടെസ്റ്റുകൾ ഇന്ന ട്യൂബിൽ എടുക്കണം എന്നുള്ള. ആ ട്യൂബ്സും സിറിഞ്ചും കോട്ടനും ആൽക്കഹോളും എല്ലാ സംഭവങ്ങളും നമുക്ക് ഉണ്ടാവും. നമുക്കൊരു ബാഗ് പോലെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ ഡ്രൈവറുടെ കാറിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു ബാഗും പിന്നെ വിത്ത് കൂളർ ബോക്സ് വിത്ത് ഐസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഐസ് എടുക്കുന്നു. പിന്നെ ഈ ഒരു ഐസ് നമ്മൾ അപ്പം തന്നെ സാമ്പിൾ എടുത്തിട്ട് ഇമീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ഇത്ര ബാച്ച് എടുത്തതിന് ശേഷം നമ്മൾ അപ്പം തന്നെ അത് ലാബിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പൊ അതിൽ ലേസോ കാര്യങ്ങളോ അങ്ങനെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പൊ അത് തന്നെ അത് സേഫ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. വിത്ത് കൂളർ ബോക്സും ആയിട്ടാണ് നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് പോകുന്നത്. അവരെ വീട്ടിൽ പോകുന്നു, കോളിംഗ് ബെല്ല് അടിക്കുന്നു, അവരെ പേര് ചോദിക്കുന്നു. അപ്പൊ അവർക്ക് ഓൾറെഡി അറിയാം, അവർ ഓൾറെഡി വെൽ പ്രിപ്പയർ ആയി നിൽക്കുകയാണ്, ഇങ്ങനെ നേഴ്സ് വരും എന്ന് പറഞ്ഞിട്ട്. ഇത് യൂഷ്വലി എല്ലായിടത്തും നടക്കുന്നതാണ്. യുഎയിലെ എല്ലാ സ്ഥലത്തും ഇഷ്ടം പോലെ ഈ ഒരു സർവീസുകൾ കുറെ ഹോം കെയറുകാർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു സർവീസുകൾ, ബ്ലഡ് കളക്ഷനും കാര്യങ്ങളൊക്കെ. എന്നിട്ട് അവർ ബ്ലഡ് എടുക്കുന്നു, അവരുടെ ലേബൽ ചെയ്യുന്നു. ലേബൽ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കൂളർ ബോക്സിൽ വെക്കുന്നു. വിത്ത് ഹസാഡസ് ബാഗിൽ ഇട്ട് കൂളർ ബോക്സിൽ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഏത് ലാബിലാന്നുള്ളത് ഓൾറെഡി നമുക്ക് മൊബൈലിൽ തന്നതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമുക്കൊരു ചാർട്ട് പോലെ അവർ റെഡിയാക്കി തന്നിട്ടുണ്ടാവും. ചില ഹോം കെയറുകൾ നമുക്ക് അല്ലാണ്ട് മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്തേരാ ചെയ്യാറുള്ളത്. അപ്പൊ നമ്മൾ എന്താക്കുന്നു, അതിൽ നോക്കിയിട്ട് ഏതൊക്കെ ടെസ്റ്റുകളാന്നുള്ളതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യന്റ് കയ്യിൽ നിന്ന് ബ്ലഡിന്റെ കൺസെന്റും കൂടി എടുത്തിട്ട് കാര്യങ്ങളെല്ലാം ഇതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഹസാഡസ് കവറിൽ തന്നെ ആ ഒരു റിക്വസ്റ്റ് വെക്കുന്നു. അടുത്ത ലൊക്കേഷനിൽ പോകുന്നു. അങ്ങനെ ഓരോ അതായത് ദുബായ്, ഷാർജ, അജ്മാൻ വരെ പോലും എന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് ഡിസ്റ്റൻസ് ആയിരിക്കും. ദുബായിലാണ് ഇങ്ങനെ കുറേ നടക്കുന്നത്. ഷാർജയിലും ഉണ്ട്, അജ്മാനിലും ഉണ്ടെന്ന് തോന്നുന്നു. അജ്മാനിലും എനിക്ക് തോന്നുന്നു ഇത്തിരി കുറവാണ് ഇങ്ങനത്തെ സർവീസസുകൾ തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ബാച്ചായിട്ട് സാമ്പിൾ എന്ത് ചെയ്യുന്നു, ലാബിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത ബാച്ച് എടുക്കാൻ പോകുന്നു. ഇതാണ് ഇതിലുള്ള ഇഷ്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം, അതായത് ചിലപ്പോൾ നമ്മൾ മറീനന്ന് ചിലപ്പോൾ നമ്മൾ ഇവിടെ ബർദുബായിലേക്കായിരിക്കും അടുത്ത ബുക്കിംഗ് വരുന്നത്. അപ്പൊ മറീന ടു ബർദുബായിക്ക് വരണമെങ്കിൽ മിനിമം ഒരു ഹാഫ് ആൻ അവർ എടുക്കും ഫോർ മാപ്പില്. പക്ഷെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഓരോ ടൈമിങ്ങിനനുസരിച്ച് ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ക്ലയന്റിനെ വിളിക്കണം, എന്നിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യണം. അപ്പൊ അവർ ബുക്ക് ചെയ്തപ്പോൾ 9 o'clock ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് 9 o'clock എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കയ്യിലിരിക്കും, നമ്മൾ എങ്ങനെ ബ്ലഡ് എടുക്കുന്ന അതിനുപോലെ ഇരിക്കും. എല്ലാവർക്കും ഒരുപോലെ വെയിനോ കാര്യങ്ങളോ ഒന്നും കിട്ടണം എന്നില്ല. ചിലവർക്കൊക്കെ അതായത് ഇപ്പൊ സുഖമായിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബ്ലഡ് എടുക്കാനും കിട്ടാനും ഒക്കെ ആയിട്ട്. ഇൻ കേസ് കുത്തിയിട്ട് കിട്ടിയില്ലെങ്കിൽ അവരെ വായിലിരിക്കണ കേൾക്കേണ്ടി വരും. അങ്ങനെ കുറെ ഇഷ്യൂസുകളും നെഗറ്റീവ് സൈഡ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ പോയിട്ട് പെട്ടെന്ന് ബ്ലഡ് എടുത്തിട്ട് എന്താക്കാൻ പറ്റുള്ളൂ, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ഡേ ഒരു 10-12 ബുക്കിംഗ് കിട്ടാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു, എടുക്കുന്നു. ചില റയർലി ഇപ്പം ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണം ഒന്നും കിട്ടാണ്ടാവും വരും. റയർ ആയിട്ട് എന്താ വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പ്രിക്ക് ചെയ്യാലോ. വെയിൻ എവിടെ കാണുന്നു അവിടെ നമുക്ക് എടുക്കാം. ഇപ്പൊ നമുക്ക് 2 times ആണ് പ്രിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അന്ന് കിട്ടിയിട്ട് രണ്ടാമത്തെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ചെയ്യാറില്ല. സാധാരണ അങ്ങനെ കിട്ടാറുണ്ട്. അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കിട്ടും. പിന്നെ ഗ്യാനിൽ ചിലവരുടെയൊക്കെ ഫ്രഷ് ഇതായിരിക്കും, അസുഖങ്ങളും കാര്യങ്ങളും ഫുൾ ബോഡി ചെക്കപ്പും കാര്യങ്ങളായിരിക്കും. അപ്പൊ ഈ ഹോം കെയറുകാർ തന്നെ കുറെ ഓഫറുകളും കാര്യങ്ങളും കൊടുക്കും. ഇന്നത് ഈ ഫുൾ ബോഡി ചെക്കപ്പ് ഇത്ര ഇതാണെന്നൊക്കെ പറയുമ്പോൾ അവരെന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ലാബിലും ഇതിലും ഹോസ്പിറ്റലിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ലാഭമാകുമ്പോൾ അവരെന്ത് ചെയ്യും, അങ്ങനത്തെ ബുക്ക് ചെയ്യും. ഓൾമോസ്റ്റ് ആൾക്കാരും എന്ത് ചെയ്യും, അവര് ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പൊ അസുഖങ്ങളായിട്ടുള്ളത് റയർ ആയിട്ട് നമുക്ക് കിട്ടാറുള്ളൂ. അപ്പൊ നമുക്ക് എന്തായിരിക്കും, വെയിനും കാര്യങ്ങൾക്ക് ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല. നല്ല വെയിനായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക കേട്ടോ. അങ്ങനെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ലൊക്കേഷൻ പോകുമ്പോൾ ഈ ട്രാഫിക് ഒരു ഇഷ്യൂ ആയിട്ട് വരും. പിന്നെ ഫുൾ ടൈം ട്രാവലിംഗ് ആയിരിക്കും ഈ ഒരു ജോബ് എന്ന് പറയുന്നത്. ഫുള്ള് ട്രാവലിംഗ് ചെയ്തിട്ടുള്ള ഒരു ജോബാണ്. രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഫിനിഷ് ആവുന്നവരെ ട്രാവലാണ്. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്ന ആ അവേഴ്സ് അവർ കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പൊ മൊത്തത്തിൽ ഒരു 10-14 മണിക്കൂർ ട്രാവലിംഗ് ആണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് എന്താന്ന് ഇഷ്ടപ്പെട്ട ട്രാവലിംഗ് ഒരു ഇതാണ്, നമുക്ക് ടയേർഡ് ആയി പോകും. പക്ഷെ ഞാൻ അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ നമുക്കത് അതായത് സെയിം മുഖങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഹോസ്പിറ്റലും അവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരേ ആൾക്കാർ അവരും
എപ്പോഴും ഒരേ ആൾക്കാർ നമ്മുടെ മുകളിൽ സൂപ്പർവൈസർ, ഇൻചാർജ്, ടീം ലീഡർ അവരൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരെയും നമ്മൾ ബോധിപ്പിക്കേണ്ടാവില്ല. ഞാനും ഡ്രൈവറും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആ സമയത്ത് ബുക്കിംഗ് ഫിനിഷാക്കുക. ചില സമയങ്ങളിൽ ബുക്കിംഗ് ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കാം. അതിപ്പോ എവിടെ വേണമെങ്കിലും പോയി നമുക്ക് റെസ്റ്റ് എടുക്കാം. പിന്നെ ഫുഡ് കഴിക്കേണ്ട സമയമായിട്ട് നമുക്ക് എവിടെയെങ്കിലൊക്കെ റെസ്റ്റോറന്റിൽ പോകണമെങ്കിൽ അവിടെ പോയി ഫുഡ് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ഫുഡ് ആണെങ്കിൽ നമുക്ക് അത് എവിടെയെങ്കിലും മാറിയിരുന്ന്, പക്ഷെ എല്ലാം കാറിനകത്തായിരിക്കും. പിന്നെ നമ്മൾ വാഷ്റൂം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്രോൾ പമ്പ് ആശ്രയിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ചില സമയങ്ങളിൽ ഹോട്ടലിലൊക്കെ ബുക്കിംഗ് വരാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹോട്ടലിൽ ബിൽഡിങ്ങുകളിലൊക്കെ വരുമ്പോൾ അവിടെ ഓൾറെഡി ഇതുണ്ടാവും, റെസ്റ്റ് റൂം ഉണ്ടാവും. അപ്പൊ അവിടെ പോയിട്ട് എന്ത് ചെയ്യും, വാഷ്റൂം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരു ട്രാവലിംഗ് ചെയ്തിട്ടുള്ള ഒരു ഹോം കെയർ ബ്ലഡ് കളക്ഷൻ IV എന്നുള്ളത്. IV ഇതുപോലെ തന്നെ നമുക്ക് ബുക്കിംഗ് വരുന്നു, നമ്മൾ അവിടെ പോകുന്നു, ഇതുപോലെ കൺസൾട്ട് കാര്യങ്ങൾ എടുക്കുന്നു, ഡോക്ടർ വിളിച്ച് കൺഫേം ചെയ്യുന്നു, എന്നിട്ട് ഡോക്ടർ ഓൾറെഡി വിളിച്ച് കൺസൾട്ടേഷൻ കാര്യങ്ങളും കഴിയുന്നു, നമ്മൾ IV സ്റ്റാർട്ട് ചെയ്യുന്നു, ക്യാനിൽ ഇടുന്നു. അതൊക്കെ ഫ്രഷ് ആയിട്ടുള്ളത്. ഇഞ്ചക്ഷൻസുകൾ നമ്മൾ ഓൾറെഡി പ്രിസ്ക്രിപ്ഷൻ വാങ്ങുന്നു, ആസ് പെർ അവരുടെ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷന്റെ ഫോട്ടോ എടുക്കുന്നു. ഇതെല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വിത്ത് പേപ്പറിൽ നമ്മൾ കൺസെന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ആക്കുന്നു. IV ഇതുപോലെ തന്നെ നമുക്ക് അപ്പൊ 1 hour, ചിലപ്പോൾ ചിലവർക്ക് ചെറിയ ക്യാനിലാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം, റൈറ്റ്? സോ അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ബുക്കിംഗ് ചിലപ്പോൾ 1 hour കഴിഞ്ഞിട്ട് അടുത്ത ബുക്കിംഗ്, ചിലപ്പോൾ ഇപ്പൊ ഞാനൊക്കെ വർക്ക് ചെയ്ത ഹോം കെയറിൽ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. എനിക്ക് ഹാഫ് ആൻ അവർ ഒക്കെ ബ്ലഡ് കളക്ഷനും 1 hour കൂടുമ്പോൾ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരെ അപ്പൊ തന്നെ വിളിച്ച് മെസ്സേജ് ഇട്ടിട്ട് ഡിലേ ആണ്, ട്രാഫിക് ആണ്. അപ്പൊ എല്ലാവർക്കും തന്നെ മനസ്സിലാവും, അറിയാലോ റോഡാണ്, ട്രാഫിക് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഓൾമോസ്റ്റ് ആൾക്കാരും എഗ്രി ചെയ്യും. ചില ആൾക്കാരാണ് റിയാക്ട് ചെയ്തിട്ട് ഷൗട്ടിങ്ങും കാര്യങ്ങളും ചിലപ്പോൾ ക്യാൻസൽ പോലും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളത് നമ്മുടെ ടീമിനോട് ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എന്താക്കും, ഓക്കെ, പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുക, അല്ലെങ്കിൽ ക്യാൻസൽ ആക്കി പോകും. അപ്പൊ ഇതാണ് ഒരു ട്രാവലിംഗ് ചെയ്തിട്ടുള്ള ഒരു ഹോം കെയർ എന്ന് പറയുന്നത്, ഹോം കെയർ നേഴ്സ് ജോബ് എന്ന് പറയുന്നത്. ഇതിൽ സാലറി നമുക്ക് നല്ല സാലറി തന്നെയാണ്. ചിലവർ നല്ലത് കൊടുക്കുന്നുണ്ട്, ചിലവർ കുറച്ചായിട്ട് കൊടുക്കുന്നുള്ളൂ. എങ്കിലും രജിസ്റ്റേർഡ് നേഴ്സിന് സ്റ്റാർട്ടിങ് ഒരു 5,000 തൊട്ടിട്ട് അപ് ടു ഒരു 10,000 വരെ കിട്ടുന്ന ഒരു ജോബ് തന്നെയാണ് ഈ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് കുറെ ടിപ്പുകളും കാര്യങ്ങളും കിട്ടും. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് VIP ക്ലയൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് അവരിൽ നിന്ന് ടിപ്പും കാര്യങ്ങളും കിട്ടും. എസ്പെഷ്യലി നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ പോവാറുണ്ട് കേട്ടോ. ഹോട്ടലുകള്, വില്ലകള് ഒക്കെ പോകാറുണ്ട്. അധികം നമ്മൾ ഹോട്ടൽസ്, അതുപോലെ തന്നെ ഈ ഒരു VIP ഹോട്ടൽസും കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും മോസ്റ്റ് പോകുന്നത്. അവരായിരിക്കും ഇങ്ങനെ കുറെ ബുക്ക് ചെയ്യുന്നത്. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് ചെയ്തിട്ടുള്ള ഒരു ജോബാണ് ഈ ഹോം കെയറിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തേക്ക് ജോബ് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ട്രാവലിംഗ് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ IV കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നല്ലൊരു ജോബാണ്. പിന്നെ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് പിക്കപ്പും ഡ്രോപ്പും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ്റൂം ഒരു റിസ്ക് ആണ്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ ഓൺ ദ വഴിയിലൊക്കെ കുറെ പെട്രോൾ പമ്പോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഹോട്ടൽസോ അല്ലെങ്കിൽ ബിൽഡിംഗ്സിലൊക്കെ വാഷ്റൂമും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. പിന്നെ അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്തു കൊടുക്കുന്നു. കുറെ സമയം സ്റ്റേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മാക്സിമം ഒരു 2 hour ഒക്കെ സ്റ്റേ ചെയ്യുന്ന ഒരു ജോബാണ് ഈ ഒരു IV ബ്ലഡ് കളക്ഷൻ ആൻഡ് ഇൻജക്ഷൻസ് എന്ന് പറയുന്ന ഹോം കെയർ സർവീസസ് കേട്ടോ. അപ്പോൾ ഇതിനെ കുറിച്ച് മോർ എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ